മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം പാളയത്ത് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് MLAയുമായ സച്ചിൻ ദേവിനെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. ആര്യയുടെ സഹോദരൻ അരവിന്ദനെ മാത്രമാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജി സ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, KSRTC ബസ് തടഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവിനെയും ഇപ്പോൾ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ സഹോദരനായ അരവിന്ദ് മാത്രമാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. കഴിഞ്ഞ 2024 ഏപ്രിൽ 28 രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും തിരുവനന്തപുരത്ത് നിന്ന് കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടെ ഈ KSRTC ബസ് ഇവരുമായി ബന്ധപ്പെട്ട ഒരു ഓവർടേക്കുമായി ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാകുന്നു. അങ്ങനെ പാളയത്ത് വെച്ച് തിരുവനന്തപുരം പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് ഈ മേയറും MLAയും സഞ്ചരിച്ച സ്വകാര്യ അല്ലെങ്കിൽ ആ കാറിട്ട് ഈ KSRTC ബസ് തടയുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ കാറിൽ നിന്ന് ഇറങ്ങി വന്ന മേയറും അതുപോലെ തന്നെ ഈ MLAയും അതുപോലെ തന്നെ ഈ KSRTC ഡ്രൈവറായ യദുവും തമ്മിൽ തർക്കവും ഉണ്ടായി. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്ത് വരികയും ചെയ്തതാണ്. ഇരുവരും തമ്മിൽ ഈ ഡ്രൈവറുമായി തർക്കമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട മേയറുടെ പരാതിയിൽ ഈ ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തിരുന്നു. ഈ അസഭ്യം പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അന്ന് മേയർ ആദ്യം പരാതി നൽകുന്നത്. പിന്നീട് ഈ യദു കോടതിയെ സമീപിച്ചു. കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഈ മേയറും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ ഭർത്താവായ MLA സച്ചിൻ ദേവ് അതുപോലെ തന്നെ സഹോദരനായ അരവിന്ദ് അങ്ങനെ 5ഓളം പേർക്കെതിരെ കേസെടുത്തു. അത് ഈ വകുപ്പുകളൊക്കെ ചുമത്തിയാണ്. അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ ബസ്സിൽ കയറി അസഭ്യം പറഞ്ഞു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അന്ന് പോലീസ് കേസെടുത്തത്. അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണവും ഒക്കെ നടന്നതാണ്. ഈ ബസ്സിലെ ക്യാമറകളടക്കം പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതിലെ അന്നത്തെ ദൃശ്യങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട വേറൊരു കേസ് കൂടി നിലവിലുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ യദു നൽകിയ പരാതിയിൽ എടുത്ത കേസിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ആ കേസിൽ ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ സച്ചിൻ ദേവ് അതുപോലെ തന്നെ ഇവരുടെ മറ്റ് 2 ബന്ധുക്കൾ ഇവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ ഇതിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചുമത്തിയിരിക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് ഈ ബസ് തടഞ്ഞ വഴി, അതായത് സീബ്ര ക്രോസിംഗിൽ ഈ കാറിട്ട് ബസ് തടഞ്ഞു എന്നുള്ള ഒരു കുറ്റം മാത്രം, അതൊരു പെറ്റി കേസാണ്. അത് മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ അസഭ്യം പറഞ്ഞു എന്നുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മേയറെയും അതുപോലെ തന്നെ MLAയും അതുപോലെ തന്നെ മറ്റ് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും ഒഴിവാക്കിയിരിക്കുന്നത്. അരവിന്ദാണ് ഈ കാറ് ഓടിച്ചിരുന്നത്. അതുകൊണ്ട് അരവിന്ദ് മാത്രമാണ് നിലവിൽ ഈ കേസിൽ ഒരു പ്രതി. അത് ഈ സീബ്ര ക്രോസിംഗിൽ ഈ കാറ് വട്ടമിട്ട് ബസ് തടഞ്ഞു എന്നുള്ള വകുപ്പ് മാത്രമാണ്, അതൊരു പെറ്റി കേസ് മാത്രമാണ് ഇപ്പോൾ ചാർജ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വരും ദിവസം തന്നെ ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. നമുക്കറിയാം അന്ന് വലിയ വിവാദമായ ഒരു സംഭവമാണ്. ഇതിന് പിന്നാലെ ഈ നിയമ പോരാട്ടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെയും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAയും ഇപ്പോൾ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ശരി, തിരുവനന്തപുരം പാളയത്താണ് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെയും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ആര്യയുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറെ വിവാദമായ കേസായിരുന്നു ഇത്, വിവാദമായ സംഭവമായിരുന്നു. ആന്റണി ജി സ്റ്റോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.